ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ ഒരുപാട് നാളത്തെ ആലോചനകൾക്ക് തലപുകഞ്ഞ് ആലോചിച്ചിട്ട് അവസാനം കോൺഗ്രസ് ആ ചരിത്രപരമായ തീരുമാനമെടുത്തു. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടതില്ല. ചരിത്രപരമായ മണ്ടത്തരമെന്ന് ഞാൻ പറയും. കാരണം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് BJP ഗവൺമെന്റിന്റെ BJPക്കാർക്ക് വേണ്ടി പണിത BJP അമ്പലമല്ല, ഹിന്ദുക്കൾക്ക് വേണ്ടി പണിതിട്ടുള്ള ഹൈന്ദവ ക്ഷേത്രമാണ്. ഏതൊരു ഹൈന്ദവ വിശ്വാസികൾക്കും പങ്കെടുക്കാൻ പറ്റണം. അവിടെ മറ്റു പരിഗണനകൾക്ക് യാതൊരു സാധ്യതയുമില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ പാർട്ടിയാണ്. അവിടെ നാനാജാതി മതസ്ഥരുണ്ടാവും. അതിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് തീർച്ചയായും പങ്കെടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു തീരുമാനമായിരുന്നു എടുക്കേണ്ടത്. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, പാർട്ടിയുടെ പ്രശ്നമല്ല. പാർട്ടി ഇതിൽ അഭിപ്രായം പറയുന്നില്ല. ഓരോ വിശ്വാസിക്കും തങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അല്ലായിരുന്നെങ്കിൽ അവർ പറയണം, പള്ളി പൊളിച്ചു പണിത അമ്പലമായതിനാൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അതവര് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. നമുക്കറിയാം, 1000 വർഷം കഴിഞ്ഞാലും പള്ളി പൊളിച്ചു പണിത അമ്പലം എന്ന ഖ്യാതി രാമക്ഷേത്രത്തിന് സ്വന്തം. അത് മായ്ച്ചു കളയാനാവുകയില്ല. ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസിന്റെ പേടി ഇത് ഇലക്ഷനെ ബാധിക്കില്ലേ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇലക്ഷനെ ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. ഇത് BJP തങ്ങളുടെ ക്രെഡിറ്റ് ആയിട്ട് ഉയർത്തി പറയുകയും അമ്പലം പണിത് ഞങ്ങളാണ്, ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് എല്ലാ ഹൈന്ദവരോടും ഊന്നി പറയുകയും ചെയ്യും. കാരണം BJPയുടെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് ആയിരുന്നു രാമക്ഷേത്ര നിർമ്മാണം. 3 കാര്യമാണ് പറഞ്ഞത്. രാമക്ഷേത്രം നിർമ്മിക്കും, ജമ്മു കാശ്മീരിന്റെ പ്രത്യേകത എടുത്തുകളയും, ഏക സിവിൽ കോഡ് നടപ്പിലാക്കും. 2 കാര്യം നടപ്പിലാക്കി. ഇനി അധികാരത്തിൽ വന്നാൽ 3ാമത് നടപ്പാക്കുക തന്നെ ചെയ്യും. നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ പോലും ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന രാമക്ഷേത്ര നിർമ്മാണം ഇലക്ഷനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.